തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ CPM നേതാക്കളെക്കുറിച്ച് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം നടത്തിയെന്ന തരത്തിലുള്ള വാർത്തകൾ മാധ്യമ സൃഷ്ടികളാണെന്ന് പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗം കെ അനിൽകുമാർ. പരാജയ കാരണങ്ങൾ പാർട്ടിയുടെ വിവിധ ബ്രാഞ്ചുകളിൽ ചർച്ച നടത്തി മുന്നോട്ടു പോകുമെന്നും കെ അനിൽകുമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായി CPM-ന് അത്ര ശുഭകരമല്ലാത്ത വാർത്തയാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നും പുറത്ത് മാധ്യമങ്ങളിൽ വരുന്നത്. കഴിഞ്ഞ ടൈമിലെ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെയും ആറന്മുള നിയോജകമണ്ഡലത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജിനെയൊക്കെ പരാമർശിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് ജില്ലാ DC-യുടെ പേരിൽ നിന്നും പുറത്തു വരുന്നത്. സത്യത്തിൽ ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണ്? നമ്മളോടൊപ്പം പ്രതികരിക്കുന്നത് ആറന്മുള നിയോജകമണ്ഡലത്തിൽ, അതായത് പത്തനംതിട്ട നഗരം ഉൾപ്പെടുന്ന CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗവും സ്പോർട്സ് കൗൺസിലിലെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ കെ അനിൽകുമാറാണ്. അനിൽകുമാറെ, എന്ത് വാർത്തകളൊക്കെയാണ് കഴിഞ്ഞ 2 ദിവസമായി സംസ്ഥാന നേതൃത്വത്തിനും പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനും എതിരേക്കുള്ള വരുന്ന വാർത്ത? സത്യത്തിൽ എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു വാർത്തയും ഇപ്പോൾ ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല. ഏറ്റവും വികസന കാര്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നു നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ 10 വർഷക്കാലം. ഈ പറയുന്ന ആരോഗ്യ മേഖലയിലും ഏറ്റവും മുൻപന്തിയിലായിരുന്നു നമ്മുടെ സംസ്ഥാനം. ആ തരത്തിലേക്ക് ജനങ്ങൾ 2 കൈയും നീട്ടി ഈ വികസന പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പരാജയവും വിജയവും കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒരുപോലൊരു മുന്നണിയെ ഇത്രയും കാലം അധികാരത്തിലേറ്റിയ കേരളത്തിലെ ജനവിഭാഗങ്ങളാണ്. അവർ മറിച്ച് ചിന്തിച്ചു എന്നുള്ളതല്ലാതെ അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പ് മന്ത്രിയുടെ പേരിലോ ഇന്ന് വരെയായിട്ടും യാതൊരുവിധ ആരോപണങ്ങളും ഉണ്ടായിട്ടില്ല. ഒരു അഴിമതി ആരോപണങ്ങളും ഇല്ലാത്ത കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. ആ ഏതെങ്കിലും ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനായിട്ട് പ്രതിപക്ഷത്തിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് ചെയ്തത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികൾ ഈ ആരോപണങ്ങളൊക്കെ തന്നെ തള്ളിക്കളഞ്ഞു. അതൊക്കെ തന്നെ പരിപൂർണമായി ജനങ്ങൾ ഏറ്റെടുത്തു. തെരഞ്ഞെടുപ്പിൽ ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളുടെ സംവിധാനം മുകളിൽ നിന്ന് താഴെ തട്ട് പോലെയുള്ള ബ്രാഞ്ച് തലത്തിൽ വരെയുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനകളിൽ അവരവർക്കുള്ള അഭിപ്രായങ്ങൾ പറയാം, കമ്മിറ്റികളിലുള്ള കാര്യങ്ങൾ പറയാം. ആ കമ്മിറ്റിയിൽ അടച്ചിട്ട മുറിയിൽ നടക്കുന്ന ചർച്ചകൾ വെളിയിൽ ഇന്ന രീതിയിലാണെന്ന് പറയുന്നത് അതൊക്കെ ഒരു മാധ്യമ സൃഷ്ടിയല്ലാതെ ഇതൊക്കെ തന്നെ പരിശോധിച്ച് താഴെ തട്ടിലേക്ക് പോയി ഇത് സംബന്ധമായ റിപ്പോർട്ട് തീർച്ചയായും എല്ലാ പാർട്ടി അംഗങ്ങൾക്കും പാർട്ടി റിപ്പോർട്ട് ചെയ്യും. അതുപോലെ ഓരോ ഘടകത്തിലും റിപ്പോർട്ട് ചെയ്യും. ആ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇതൊക്കെ സംബന്ധിച്ചുള്ള പോസ്റ്റ്മോർട്ടം നടത്താവൂ. ഇപ്പോഴത്തെ എല്ലാം പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന UDF-നകത്ത് നടക്കുന്ന മന്ത്രിസഭാ വികസനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ പല ചർച്ചകളും കാര്യങ്ങളും കഴിഞ്ഞ 10 ദിവസക്കാലം 15 ദിവസക്കാലം ഇവിടെ നാഥനില്ലാ കളരിയായി പോലെ മുഖ്യമന്ത്രി ഇല്ലാതെ നടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അതിനെയൊക്കെ തന്നെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് വെള്ളപൂശാനുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ വെളിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പൊ തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെയും മുൻ MLA കൂടിയായ വീണ ജോർജിനെയൊക്കെ താക്കീത് ചെയ്തു, അല്ലെങ്കിൽ പ്രമേയം പാസാക്കി എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളാണൊക്കെ വരുന്നത്. ഇതെല്ലാം മാധ്യമ സൃഷ്ടി തന്നെയാണെന്നാണ്? തീർച്ചയായും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി 10 വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങളെ നയിച്ച കോവിഡ് കാലഘട്ടത്തിലും വെള്ളപ്പൊക്കത്തിലും ഒക്കെ തന്നെ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത, ഒരു നേരം പോലും പട്ടിണിക്കിടാതെ കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിച്ച ഇത്രയേറെ നല്ല ഒരു മുഖ്യമന്ത്രി കേരളത്തിലല്ല, നമ്മളെ ലോകത്തിന് തന്നെ മാതൃകയായ മുഖ്യമന്ത്രി. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയ ആരോഗ്യവകുപ്പ് മന്ത്രി. ആ ആരോഗ്യവകുപ്പ് മന്ത്രിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇങ്ങനെ വെളി വരുന്ന ന്യൂസുകളൊക്കെ തന്നെ ഇത് മാധ്യമ സൃഷ്ടികളാണ്. ഞങ്ങളുടെ കമ്മിറ്റികൾ വരുന്ന അഭിപ്രായങ്ങൾ, ആ അഭിപ്രായം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ ഘടകത്തിലും വരുന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് തീർച്ചയായും ഇത് സംബന്ധമായ പരിശോധന നടത്തി ആരുടെയെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടോ, ഏതെങ്കിലും നേതാക്കന്മാരുടെ പോരായ്മകളുണ്ടോ, ഏതെങ്കിലും ഘടകത്തിൽ പോരായ്മയുണ്ടോ, ആ പോരായ്മയൊക്കെ തന്നെ മാറ്റിയെടുത്തുകൊണ്ട് ആ പാർട്ടിയെ നല്ല രീതിയിൽ പഴയ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് കൂടുതൽ ഊർജിതമാക്കി കൊണ്ടുവരാനുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകും. അപ്പോൾ ഇത് തികച്ചും അവാസ്തവകരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ്. ഇതൊക്കെ തന്നെ തീർത്തും. അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ന നേതാവ് പറഞ്ഞു, ഇന്ന് യാതൊരുവിധ ഇതുമില്ല. പൊതുവേ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ UDF നടക്കുന്ന ഇപ്പം 2 ദിവസക്കാലം കൊണ്ട് മന്ത്രിസഭാ കോലാഹലങ്ങൾക്ക് ഒരു പുകമറ സൃഷ്ടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ UDF-ന് അകത്തുണ്ടായിരുന്നുള്ള പുകമറ
മാറ്റാൻ വേണ്ടി CPM-നെ പഴിചാരിക്കൊണ്ട വാർത്തകളാണ് പുറത്തു വരുന്നതാണ് ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള കെ അനിൽകുമാർ കേരള വിഷനുമായിട്ട് പങ്കുവച്ചത്. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.